വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്കിംപിൾ ഷാങ്ക് ദ റെയിൽവേ ക്യാറ്റ് എന്ന് പറയുന്ന ഒരു പോയമാണ്. അത് ICSE 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിനും ഡിഗ്രി BA BSc സ്റ്റുഡൻസ് BBA സ്റ്റുഡൻസിനൊക്കെ പഠിക്കാനുള്ള ഒരു പോയമാണ്. TS എലിയോട്ട് എന്ന് പറയുന്ന ഒരാളാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ TS എലിയോട്ട് എന്ന് പറയുന്നത് ഒരു ഡാർക്കായിട്ടുള്ള ഹെവി ആയിട്ടുള്ള പോയംസൊക്കെ എഴുതുന്ന ആളാണ്. ഈ പോയം എന്ന് പറയുന്നത് ഒരു നെറേറ്റീവ് പോയമാണ്, അതായത് ഒരു കഥ പോലെയാണ് ഈ പോയം പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തുള്ള മെയിൻ പ്രോട്ടഗോണിസ്റ്റാണ് സ്കിംപിൾ ഷാക്ക് എന്ന് പറയുന്ന ഒരു മെയിൽ ക്യാറ്റ്. അപ്പോൾ ആ ഒരു ക്യാറ്റിനെ പറ്റിയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. There's a whisper down the line at 11:39 when the night mail's ready to depart, saying, "Skimple, where is Skimple? Has he gone to hunt the thimble?" അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു വിസിൽ പോലെ കേൾക്കില്ലേ, ആ ഒരു സൗണ്ട്. അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ടപ്പോഴേക്കും നമുക്കെല്ലാം അറിയാം ആ ഒരു ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രെയിൻ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുവാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാവരും സ്കിംപിളിനെ അന്വേഷിക്കുകയാണ്. സ്കിംപിൾ എന്ന് പറയുന്നത് ഒരു റെയിൽവേ ക്യാറ്റാണ്. അപ്പോൾ ഈ ഒരു നൈറ്റ് മെയിൽ എന്ന് പറയുന്ന ഒരു ട്രെയിനിൽ എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു ക്യാറ്റാണ് സ്കിംപിൾ ഷാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടൈമിൽ എല്ലാവരും സ്കിംപിളിനെ അന്വേഷിക്കുകയാണ്. സ്കിംപിൾ എവിടെ പോയി? അദ്ദേഹം തിമ്പിൾ ഹണ്ട് ചെയ്യാൻ പോവുകയാണോ? തിമ്പിൾ എന്ന് പറയുന്നത് ഒരു ഗെയിമാണ്. ഇപ്പോൾ ഈ ചെറിയ കുട്ടികളൊക്കെ കളിക്കില്ലേ, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഹൈഡ് ചെയ്തിട്ട് അവരത് ചെക്ക് ചെയ്യാൻ പോകും, അവരത് കണ്ടുപിടിക്കാൻ പോകും. അങ്ങനെയുള്ളൊരു ഗെയിമാണ് തിമ്പിൾ. അപ്പോൾ അത് കളിക്കാൻ പോയിരിക്കുകയാണോ എന്ന് ജസ്റ്റ് പറയുവാണ്. We must find him or the train can't start. All the guards and all the porters and the station master's daughters, they are searching high and low, saying, "Skimple, where is Skimple? For unless he's very nimble, then the night mail just can't go." അപ്പോൾ അവരെല്ലാവരും പറയുവാണ്, നമുക്ക് സ്കിംപിളിനെ കാണാതെ ഈ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ എല്ലാ ഗാർഡ്സും പോർട്ടേഴ്സും അതുപോലെ സ്റ്റേഷൻ മാസ്റ്റേഴ്സും മാത്രമല്ല അവരുടെ ഡോട്ടേഴ്സും സ്കിംപിൾ ഷാക്കിനെ അന്വേഷിക്കുവാണ്. കാര്യം അദ്ദേഹം ഇല്ല എന്നാണെങ്കിൽ നമുക്ക് ട്രെയിൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ദേ ആർ സെർച്ചിങ് ഹൈ ആൻഡ് ലോ. ഹൈ ആൻഡ് ലോ എന്ന് പറയുന്നത് ഒരു ഇഡിയമാണ്. എവ്രിവെയർ എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലായിടത്തും സ്കിംപിളിനെ ഇവരെല്ലാം അന്വേഷിക്കുകയാണ്. At 11:42, then the signal's nearly due and the passengers are frantic to a man. Then Skimple will appear and he'll saunter to the rear. He's been busy in the luggage van. അപ്പോൾ കറക്റ്റ് 11:32 സിഗ്നൽ ആവാൻ പോകുന്ന ടൈമിൽ സ്കിംപിൾ വന്നു. അപ്പോൾ സ്കിംപിൾ വന്നിട്ട് പറയുവാണ്, ഞാൻ ലഗേജ് വാനിലായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം സൂപ്പർവൈസ് ചെയ്യാൻ പോയതാണ് സ്കിംപിൾ. He gives one flash of his glass green eyes and the signal goes all clear and we are off at last for the northern part of the northern hemisphere. അപ്പോൾ നമുക്കറിയാം ട്രെയിൻ മൂവ് ചെയ്യണമെങ്കിൽ ഒരു ഗ്രീൻ സിഗ്നൽ കാണിക്കണം. അപ്പോൾ അതിൻ്റെ ഗ്രീൻ ജസ്റ്റ് ഒരു നറേഷൻ പോലെ പറയുകയാണ്. അതിൻ്റെ ഗ്ലാസ് ഗ്രീൻ ഐസ് ഒരു സിഗ്നൽ പോലെ കാണിച്ച് അങ്ങനെ ഓൾ ക്ലിയർ എന്ന് പറയുന്ന ഒരു സിഗ്നൽ കൊടുത്ത് സ്കിംപിൾ ആ ട്രെയിൻ അങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എങ്ങോട്ടാണ് ഈ ട്രെയിൻ സെറ്റ് ചെയ്യുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കാണ് പോകുന്നത്. You must say that, by and large, it is Skimple who is in charge of the sleeping car express. From the driver and the guards to the bagman playing cards, he will supervise them all more or less. അപ്പോൾ സ്കിംപിളാണ് ആ ഒരു ട്രെയിനിലെ ഫുൾ ഇൻചാർജ്. ഡ്രൈവറിനെ ആയാലും ഗാർഡ്സിനെ ആയാലും ഇങ്ങനെ കാർഡ്സൊക്കെ പ്ലേ ചെയ്യുന്ന ബാഗ്മെനെ ആയാലും, ബാഗ്മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള കാർഗോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ആളാണ്. അവർ നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയർ വരെ എത്തണമെന്നാണെങ്കിൽ നല്ലൊരു ലോങ് ആണ്, നമുക്ക് ജേർണി ലോങ് അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ അവരുടെ ജസ്റ്റ് അവരുടെ ടൈം പാസിന് വേണ്ടി പ്ലേ ചെയ്യുക, അവർ കളിക്കുവാണ് കാർഡ്സ്. അപ്പോൾ ഇവരെല്ലാം നോക്കുന്നത് സ്കിംപിൾ ഷാങ്ക് തന്നെയാണ്. Down the corridor he paces and examines all the faces of the travelers in the first and third. He establishes control by a regular patrol and he'd know at once if anything occurred. അപ്പോൾ അവിടെയുള്ള എല്ലാ പാസഞ്ചേഴ്സിനെയും ചെക്ക് ചെയ്യണതാണ് സ്കിംപിൾ. നമ്മളൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ അറിയാം, നമ്മുടെ ID കാർഡ്സ് വെച്ചിട്ട് നമ്മുടെ ഫേസ് ക്രോസ് ചെക്ക് ചെയ്യും. അപ്പോൾ അതാണ് അവരതിനകത്ത് പറയുന്നത്. ഡൗൺ ദ കോറിഡോർ ഹി പേസസ് ആൻഡ് എക്സാമിൻസ് ഓൾ ദ ഫേസസ്. ID കാർഡിലുള്ളവർ തന്നെയാണോ പാസഞ്ചേഴ്സ് എന്ന് ഉറപ്പ് വരുത്തുവാണ് സ്കിംപിൾ. അപ്പോൾ എല്ലാത്തിനും ഒരു റെഗുലർ കൺട്രോൾ വെക്കുവാണ് സ്കിംപിൾ. അവിടെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ അദ്ദേഹം പെട്ടെന്ന് അറിയും. He will watch you without winking and he sees what you are thinking. And it's certain that he doesn't approve of hilarity and riot, so the folk are very quiet when Skimple is about and on the move. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള തോട്ട് വന്നാൽ തന്നെ സ്കിംപിളിന് അത് മനസ്സിലാക്കാൻ കഴിയും. ഒരു തരത്തിലുള്ള തമാശ ഒന്നും സ്കിംപിൾ അപ്രൂവ് ചെയ്ത് തരില്ല. അതുകൊണ്ട് സ്കിംപിൾ ആ വഴി മൂവ് ചെയ്യുമ്പം എല്ലാവരും ഭയങ്കര ക്വയറ്റ് ആയിരിക്കും. You can play no pranks with Skimple Shank. He's a cat that cannot be ignored, so nothing goes wrong on the northern mail when Skimple Shank is abroad. അപ്പോൾ നമുക്ക് സ്കിംപിൾ ഷാങ്കിൻ്റെ അടുത്ത് ഒരു പ്രാങ്കും ചെയ്യാൻ പറ്റില്ല. അതൊരു ക്യാറ്റ് ആണെങ്കിൽ പോലും അത് നല്ല കാര്യമായിട്ട് തന്നെയാണ് അവർ നോർത്തേൺ മെയിൽ സൂപ്പർവൈസ് ചെയ്യുന്നത്. ഒരു കാര്യവും അവിടെ റോങ് ആയിട്ട് പോവില്ല, ഒരു എററും ആ ഒരു നോർത്തേൺ മെയിലിൽ ഒക്കറാവില്ല. അത്രയും നല്ല പോലെയാണ്
സ്കിംപിൾ ഷാങ്ക് ആ ഒരു നോർത്തേൺ മെയിൽ അഥവാ ഒരു നൈറ്റ് മെയിൽ നല്ലപോലെ കൊണ്ട് നടക്കുന്നത്. Oh, it's very pleasant when you have found your little den with your name written upon the door, and the berth is very neat with a newly folded sheet and there is not a speck of dust on the floor. അപ്പോൾ നമുക്ക് ഈ രാത്രിയുള്ള യാത്രയിൽ പോകുമ്പോൾ അറിയാം, നമുക്ക് ട്രെയിനിലൊക്കെ സ്ലീപ്പർ ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ സ്ലീപ്പറിൽ നമ്മുടെ നെയിം ഓരോരോ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ, നമുക്ക് ബെർത്ത് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം. അപ്പോൾ ഈ ഒരു നോർത്തേൺ മെയിൽ എന്ന് പറയുമ്പം അവർ അലോട്ട് ചെയ്ത് ആ ഒരു പേരുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ തന്നെ അവർക്ക് കാണാൻ പറ്റുന്നത് അവരുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ബർത്തൊക്കെ ഭയങ്കര നീറ്റായിരിക്കും, ഷീറ്റ്സൊക്കെ നല്ലോണം മടക്കി വെച്ചിട്ടുണ്ടാവും, ചെറിയൊരു തരി പൊടി പോലും അവിടെ ഉണ്ടാവില്ല. There is every sort of light, you can make it dark or bright. There is a handle that you turn to make a breeze. There is a funny little basin you're supposed to wash your face and a crank to shut the window if you sneeze. അപ്പോൾ അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളെ പറ്റിയാണ് അവിടെ പറയുന്നത്. നമുക്കവിടെ പലതരത്തിലുള്ള ലൈറ്റ് ഉണ്ട്. നമുക്ക് ഒന്നല്ലെങ്കിൽ ഡാർക്ക് ആക്കാം, ബ്രൈറ്റ് ആക്കാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ലൈറ്റ് ഡാർക്കോ ബ്രൈറ്റോ ആക്കാം. പിന്നെ നമുക്ക് കാറ്റ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വിൻഡോ ആണ് അവരവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു ഹാൻഡിലുണ്ട് അവിടെ കാറ്റ് കയറാൻ വേണ്ടിയിട്ട് അകത്തോട്ട്. പിന്നെ നമുക്ക് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസിൻ ഉണ്ട്. പിന്നെ അതുപോലെ ചെറിയൊരു ലിവർ പോലെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കാറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അലർജീസൊക്കെ വരുമല്ലോ, അപ്പോൾ അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൻഡോ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ലിവറും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Then the guard looks in politely and will ask you very brightly, do you like your morning tea, weak or strong? But Skimple's just behind him and was ready to remind him, for Skimple won't let anything go wrong. അപ്പോൾ ഗാർഡ് രാവിലെ വരുമ്പോഴേക്കും ചോദിക്കും, നിങ്ങൾക്ക് മോർണിംഗ് ടീ, രാത്രി ചോദിക്കും നിങ്ങൾക്ക് മോർണിംഗ് ടീ വീക്കായിട്ട് വേണോ സ്ട്രോങ് ആയിട്ട് വേണോ എന്നുള്ളത് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ എന്നാലും ഗാർഡ് ഇത് ചോദിക്കാൻ വരുമെങ്കിൽ പോലും അതിൻ്റെ പുറകെ സ്കിംപിൾ ഷാങ്ക് ഉണ്ടാകും. കാര്യം ഒന്നും തെറ്റായി ഭവിക്കരുത് എന്നുള്ളൊരു മനസ്സാണ് സ്കിംപിൾ ഷാങ്കിനുള്ളത്. And when you creep into your cozy berth and pull up the counterpane, you out to reflect it's very nice to know that you won't be bothered by mice. You can leave all that to the railway cat, the cat of the railway train. അപ്പോൾ നമ്മൾ ആ ഒരു ബർത്തിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പേടിയും കൂടാതെ നമുക്ക് കിടക്കാം. ഒരു എലി പോലും അവിടെ ഉപദ്രവിക്കാൻ വരില്ല. കാര്യം അവിടെ നമുക്ക് സ്കിംപിൾ ഷാങ്ക് എന്ന് പറയുന്ന ഒരു റെയിൽവേ കാറ്റ് ഉണ്ട് ഇതിനെയൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട്. In the watches of the night, he is always fresh and bright. Every now and then he has a cup of tea with perhaps a drop of scotch while he is keeping on the watch, only stopping here and there to catch a flea. അപ്പോൾ നൈറ്റ് എപ്പോഴും അയാൾ ഫ്രഷും ബ്രൈറ്റും ആയിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒരു കപ്പ് ഓഫ് ടീ കുടിക്കുന്നത് കാണാം. പിന്നെ ചില ടൈമിൽ അതിനകത്ത് ഒരു ഡ്രോപ്പ് സ്കോച്ചും കൂടെ ആഡ് ചെയ്യുന്നത് കാണാം. You were fast asleep at crew and so you never knew that he was walking up and down the station. അപ്പോൾ ആ ഒരു ടൈമിൽ പാസഞ്ചേഴ്സൊക്കെ ഉറക്കുമായിരിക്കും. അപ്പോൾ ഈ സ്കിംപിൾ ഷാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതൊന്നും ആരും കാണുകയില്ല. He was sleeping all the while he was busy at car list where he greets the station master with elation. അപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന ടൈമിലാണ് അദ്ദേഹം സ്റ്റേഷൻ മാസ്റ്റർ എല്ലാം ഗ്രീറ്റ് ചെയ്യുന്നത്. But you saw him at Dumfries where he speaks to police if anything's they out to know about. When you get to Gallowgate, there you do not have to wait, for Skimble Shanks will help you get out. He gives you a wave of his long brown tail which says, I'll see you again. You will meet without fail on the midnight mail, the cat of the railway train. അപ്പോൾ എന്തെങ്കിലും പോലീസിനോടെല്ലാം ഇൻഫർമേഷൻസ് ഒക്കെ പറയുന്നത് ഈ സ്കിംപിൾ ഷാങ്ക് ആണ്. അപ്പോൾ നമ്മൾ അവിടെയുള്ള പാസഞ്ചേഴ്സ് ഇറങ്ങുന്ന നേരമാകുമ്പോഴേക്കും സ്കിംപിൾ ഷാങ്ക് അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. കാരണം സ്കിംപിൾ ഷാങ്ക് കൊണ്ട് അവരെ പുറത്തേക്ക് ഇറക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇറങ്ങുന്ന ടൈമാകുമ്പോൾ പാസഞ്ചേഴ്സിനെല്ലാം അതിൻ്റെ വലിയ ലോങ് ആയിട്ടുള്ള ബ്രൗൺ ടെയിൽ യൂസ് ചെയ്തിട്ട് വേവ് ചെയ്ത് കാണിച്ചിട്ട് പറയും ഇനിയും കാണാം എന്ന് പറഞ്ഞിട്ട് സ്കിംപിൾ ഷാങ്ക് മൂവ് ചെയ്യും.